إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകൾ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് ചെയ്യാൻ കൽപ്പിച്ച ഓരോ കാര്യത്തിനും അതിൻ്റെതായ നിയമങ്ങളും സംവിധാനിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഒരു കൽപ്പനയും നമ്മൾക്കനുസരിച്ച് ചെയ്താൽ ശരിയാവില്ല. അതേസമയം പറയപ്പെട്ട ഓരോ കൽപ്പനകളും അടിയാറുകൾക്ക് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലെ അല്ലാഹു കൽപ്പിച്ചിട്ടുമുള്ളൂ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാളെയും അല്ലാഹു പ്രയാസപ്പെടുത്തൂല. ഒരു അമല് കൊണ്ടും ഒരു വിശ്വാസിയും വിഷമത്തിലാവൂല, സങ്കടത്തിലാവൂല. അതെങ്ങനെയാ ചെയ്യുക? അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? വലിയ ഭാരമായി പോയല്ലോ, കുറച്ചും കൂടി എളുപ്പമാക്കിക്കൂടെ എന്നൊന്നും അതിലില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കപ്പെട്ട അമലുകളിലും അടിമകളുടെ ഭാഗത്ത് നിന്നും വന്നു പോകുന്ന അബദ്ധങ്ങളെ മാഫ് ചെയ്യുന്നത്. ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. എന്റെ നഫ്സിന് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ ഞാൻ ചെയ്തു. ചിലപ്പോൾ എനിക്ക് മറവി സംഭവിച്ചേക്കാം, അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോവാം, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും അബദ്ധം വന്നു പോവാം. അല്ലാഹുവേ, അങ്ങനെ സംഭവിച്ചാൽ നീ നമ്മളെ പിടികൂടല്ലേ? അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ. അവിടെ ഓരോ നിയമങ്ങളും അതിൻ്റെതായ നിയമപ്രകാരം മാത്രമേ ചെയ്യാവൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു നിയോഗിച്ചത് ആ നിയമപ്രകാരം നമുക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വയുഅല്ലിമുഹും അൽ കിതാബ വൽ ഹിക്മ. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കൽപ്പനകളാണ്. ആ കൽപ്പനകൾ നിങ്ങൾ എങ്ങനെ നിറവേറണം അത് പഠിപ്പിച്ചു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീഅത്തനുസരിച്ച് പൂർത്തിയാക്കിയവൻ, നിയമം പാലിച്ച് അമലുകൾ ചെയ്തവനാണ്. ഒരാൾ കൽപ്പന പാലിക്കുന്നുണ്ട് എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയമം അതിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അബദ്ധത്തിൽ ചെന്ന് ചാടും. അവനെ അല്ലാഹു അവന്റെ കൽപ്പന അനുസരിച്ചവനായി പരിഗണിക്കുകയും ഇല്ല. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പറയപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അങ്ങനെയാവാം. എന്നാൽ ഇന്ന് വർത്തമാന കാലത്ത് മുസ്ലിമീങ്ങൾ ഇസ്ലാമിന്റെ നിയമമായി പൊതുവെ അറിയപ്പെടുന്ന, ആലിമീങ്ങൾക്ക് മാത്രം അറിയുന്ന കാര്യമില്ല, പൊതുവെ അവാമുന്നാസ് പൊതുജനത്തിന് പോലും വ്യക്തമായി അറിയാവുന്ന ചില നിയമങ്ങളെ പോലും അവരവരുടെ ഇഷ്ടത്തിലാക്കി മാറ്റി. അത് അപകടമാണ്. സ്വന്തത്തിന്റെ ഹവക്കനുസരിച്ച് മാറ്റി. അല്ലെങ്കിൽ നാട്ടിൽ ഇങ്ങനെയാ കാര്യങ്ങൾ നടന്നു വരുന്നത് അത്തരത്തിലാക്കി. അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അവരുടെ ഫിത്നയും ഫസാദും വർദ്ധിക്കും. അവർ അല്ലാഹുവിന്റെ സഹായമോ അവന്റെ നോട്ടമോ ആ കാര്യത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ പൊതുസമൂഹം അബദ്ധത്തിൽ ചാടിയ വലിയ ഒരു പ്രശ്നമാണ് ഇന്നത്തെ കല്യാണങ്ങൾ. നിക്കാഹ് ഒരു പൊതു അമലാണ്, ഒരു ഇബാദത്താണ്. നമ്മൾ സാധാരണ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കൾ ഓരോ കാര്യത്തിനും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ അറിയാൻ ആഗ്രഹിക്കുന്നവരാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അതിലെന്താണ് എന്ന് പഠിച്ച് അങ്ങനെ ചെയ്യുന്നവരാണ്. പക്ഷെ നിക്കാഹിന്റെ കാര്യത്തിന് മാത്രം ഇന്നത്തെ പൊതുസമൂഹം ഭൂരിപക്ഷം ആളുകളും സ്വന്തം ഇഷ്ടമാണ്, അല്ലെങ്കിൽ നാട്ടു നടപ്പാണ്, അല്ലെങ്കിൽ നമ്മുടെ തറവാട്ടിലും നമ്മുടെ കുടുംബത്തിലും ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇങ്ങനെ മതി. ശരിയാവില്ല. അത് അപകടമാണ്. ചിലപ്പോൾ അതിന്റെ അപകടം നമുക്ക് ഇന്നോ നാളെയോ അറിയാൻ പറ്റണമെന്നില്ല. ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം അവരുടെ പരമ്പരയിലായിരിക്കാം അള്ളാഹുവിന്റെ പിടുത്തം വരിക. അള്ളാഹു നാത്തി രക്ഷിക്കട്ടെ. എന്തുകൊണ്ടാണെന്നറിയോ? അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും പരിഗണിക്കാത്ത ഒരു അമലിനും അള്ളാഹു തൃപ്തനല്ല. അത് അള്ളാഹു ഖബൂൽ ചെയ്യുന്നത് മാത്രമല്ല, ആ അമലിൽ എന്ത് വഅദയാണോ നൽകപ്പെട്ടിട്ടുള്ളത് അത് തീർച്ചയായും ലഭിക്കൂല. അത് ഉറപ്പാണ്. നിക്കാഹ് ഒരു ഇബാദത്താണ്. അള്ളാഹുവിനെ സാക്ഷിയാക്കി ഇതുവരെ ബന്ധമില്ലാതിരുന്ന രണ്ടുപേർ ഏറ്റവും വലിയൊരു ബന്ധത്തിലേക്ക് കാലുവെക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട അമലാണ് നിക്കാഹ്. നാട്ടിൽ നടപ്പല്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അതൊരു ആഘോഷവുമല്ല. ഇന്ന് മുമ്പത്തെ അങ്ങനെയാ കല്യാണത്തെ കണ്ടിട്ടുള്ളത്. മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ചോര നീരാക്കി പൈസ ഉണ്ടാക്കി എന്തിന്? കല്യാണം നടത്തി കൊടുക്കാൻ. അതൊരു ചടങ്ങായി, അതൊരു ആഘോഷമായി, അതൊരു ഉത്സവം കണക്കെ കഴിവിന്റെ പരമാവധി പൈസ ചെലവഴിച്ച് ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുന്ന തരത്തിൽ അങ്ങ് തീർത്തു കളയുന്ന വെറും ഒരു പരിപാടിയായി മാറി അല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഇബാദത്തായി കണ്ട് നിയമങ്ങൾ പാലിച്ച് ചെയ്യേണ്ടുന്ന ഒരു പുണ്യകർമ്മമാണ് നിക്കാഹ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിക ശരീഅത്തിൽ നിർബന്ധമായും പറയപ്പെട്ട കൽപ്പനകളുടെ ശരീഅത്ത് അന്വേഷിക്കുന്നത്? നിസ്കാരത്തിന്റെ കാര്യത്തിൽ ജുമാ നിസ്കാരം വാജിബാണ്. അത് സത്യവിശ്വാസികൾക്ക് മഅറൂഫായ സംഗതിയാണ്. ഒരാളോടും ഇന്ന് ജുമായാണ്, ജുമാ നിസ്കരിക്കണം, നിർബന്ധമാണ്, അത് 2 റക്അത്താണ് പറയേണ്ട കാര്യമില്ല. മഅറൂഫാണ്. ആ 2 റക്അത്ത് ജുമാ നിസ്കാരം മടിക്കേരിയിലുള്ള മുസ്ലിമീങ്ങൾ കൂടി തീരുമാനിച്ചു. ഇത്ര നല്ല തിരക്കുള്ള സമയത്ത് വളരെ പ്രയാസപ്പെട്ട് പള്ളിയിലേക്ക് വന്നിട്ട് ആരും 2 റക്അത്ത് നിസ്കരിച്ചാൽ മതിയോ? ഒരു 4 ഉണ്ടെങ്കിലല്ലേ ഒരു റാഹത്താവുള്ളൂ എന്ന് തീരുമാനിച്ചാൽ മഹല്ലത്തിലെ ഖാദി പറയും, നിങ്ങൾ തീരുമാനിച്ച എക്സ്ട്രാ 2 റക്അത്ത് ഹറാമാണ്, ബാത്തിലാണ്. അപ്പൊ ആൾക്കാരെ ചോദിക്കും, അതെങ്ങനെ ഹറാമും ബാത്തിലും ആവുക? 2 റക്അത്ത് നിസ്കാരമല്ലേ? റുകൂഉം സുജൂദും തസ്ബീഹാത്തുകളും ഖിറാഅത്തും അതൊക്കെ വർദ്ധിക്കല്ലേ? പിന്നെങ്ങനെ മോശമാവുക? അപ്പൊ ഖാദി പറയും, അല്ല, അങ്ങനെയല്ല ഇസ്ലാമിന്റെ നിയമം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നിസ്കരിച്ച് പഠിപ്പിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് അത്രേ പാടുള്ളൂ. അതാണ് ദീൻ. മുസ്ലിമീങ്ങൾ അംഗീകരിച്ചു, ശരിയാണ്. അപ്പൊ 2 റക്അത്ത് മതി.
മടിക്കേരിയിലെ വലിയൊരു പൈസക്കാരൻ, അയാള് സക്കാത്ത് കമ്മിറ്റിയെ വന്ന് കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ കണക്കെടുത്തു, ഇത്ര ലക്ഷം എനിക്ക് സക്കാത്ത് കൊടുക്കാനായിട്ടുണ്ട്, അതിന്റെ 5% ഞാനിതാ സക്കാത്ത് ഫണ്ടിലേക്ക് തരികയാണ്. ഖാദി പറയും, വേണ്ട, 5 വേണ്ട, 2% മാത്രം നീ തന്നാ മതി. ബാക്കി 2 സക്കാത്തിന്റെ ഉള്ളിലേക്ക് തരുന്നല്ലേ? ഖാദി പറയും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് 2.5 വാങ്ങാവൂ, ബാക്കി 2.5 സദഖ ചെയ്തോളി, നീ എന്തെങ്കിലും ആക്കിക്കോളി, ഹലാലായ വഴിയിൽ എന്തും ചെയ്തോളി. ഒരു അംഗീകരിച്ചു. കാരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ തവാഫ് ചെയ്യാൻ വേണ്ടി പോയി. കഅബയുടെ ചുറ്റും 7 പ്രാവശ്യം നടക്കുമ്പോൾ ഒരു തവാഫായി. ഇയാൾ 80,000 90,000 രൂപ മുടക്കിയിട്ട് അപ്പുറക്ക് പോയത്. അവിടെ ഇപ്പൊ നല്ല തണുപ്പുമാണ്. 7 പ്രാവശ്യം നടന്നിട്ടും ഒരു തുള്ളി വിയർപ്പോടെ ശരീരത്തിനില്ല. കാലിന്റെ മുട്ടിൽ ചെറിയ വേദന പോലും അനുഭവിച്ചിട്ടില്ല. ഇവര് 7 പ്രാവശ്യം നടന്നത് ഫീൽ ചെയ്യുന്നില്ല. ഇവൻ പറഞ്ഞു, ഇത് പോരാ, ഇതൊരു സുഖം കിട്ടുന്ന ഏർപ്പാടല്ല, ഇത് വേഗം തീർന്നു പോയല്ലോ, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല, അതുകൊണ്ട് ഞാനൊരു 20 പ്രാവശ്യം നടക്കാൻ പോവാം. അമീർ പറയും, 8ാമത്തെ പ്രാവശ്യം നടന്നാൽ നിന്റെ തവാഫ് ബാത്തിലാവും. 20 അല്ല, 8ാമത്തെ നടന്നാൽ നിന്റെ തവാഫ് ബാത്തിലാവും. അതെങ്ങനെയാ? നിങ്ങളുടെ ക്ലാസ് പറഞ്ഞത് തവാഫ് ചെയ്യുമ്പോ ഒരു കാലം താഴെ വെക്കുമ്പോൾ പാപം മാപ്പ് ചെയ്യപ്പെടും, അത് പൊക്കുമ്പോൾ ഒരു തല ഉയർത്തപ്പെടും, അടുത്ത കാലം വെക്കുമ്പോൾ വേറൊരു പാപം മാപ്പ് ചെയ്യപ്പെടും. അവിടെ കഴിയുന്നത്ര പതുക്കെ പതുക്കെ നടന്ന് കൂടി കൂട്ടാൻ നിങ്ങളുടെ ക്ലാസ് എടുത്തത്. അപ്പൊ ഞാൻ 8ാമത്തെ ചെയ്താൽ എന്താ? അമീർ സാഹിബ് പറയും, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 നടന്ന് പഠിപ്പിച്ചിട്ടുള്ളൂ. വിയർത്താലും വേദനിച്ചാലും ഇല്ലെങ്കിലും 7 മാത്രമേ പാടുള്ളൂ. ഇതാണ് ദീൻ. റമദാൻ മാസം വന്നു. നല്ല കഠിനത്തെ ചൂടുകാലത്താണ് റമദാൻ വന്നത്. 29-30 ദിവസം നോമ്പെടുത്തു. ശവ്വാൽ 1-ന്റെ പുറ കണ്ടു. പള്ളിയിൽ നിന്ന് തക്ബീർ കേട്ടു. നാളെ പെരുന്നാളാണ്. മടിക്കേരിയാണ് മുസ്ലിം പറയാണ്, എനിക്ക് തഖ്വയൊന്നും കിട്ടിയിട്ടപ്പോ ഇത്രയും ദിവസം നോമ്പെടുത്തിട്ട് ഞാൻ നാളെ നോമ്പെടുക്കാൻ തീരുമാനിച്ചു. നോമ്പല്ലേ? നോമ്പിന്റെ കൂലി പറഞ്ഞെന്താ? അല്ലാഹുവിന്റെ മാർഗത്തിലാണെങ്കിലും ഒരു ദിവസം നോമ്പെടുത്താൽ 70 വർഷത്തെ വെളുതൂരക്കാലം അല്ലാഹു അവനെ നരകത്തിൽ നിന്ന് ദൂരെയാക്കും. അത്ര വലിയ പുണ്യം കിട്ടാൻ പോകല്ലേ? എനിക്ക് ശവ്വാൽ 1-ന് നോമ്പാണ്. ഖാദി പറയും, അന്നത്തെ നിന്റെ നോമ്പ് ഹറാമാണ്, ബാത്തിലാണ്. അതെങ്ങനെ നോമ്പ് ഹറാമാവൻ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നോമ്പെടുക്കാൻ കൽപ്പിച്ചു. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര, എപ്പോ, എങ്ങനെ അത് പഠിപ്പിച്ചു. ശവ്വാൽ 1-ന് പെരുന്നാൾ ആഘോഷിക്കാൻ പറഞ്ഞു. നോമ്പെടുക്കാൻ ഹറാമാണ്, അംഗീകരിച്ചു. ശരീരത്തിന്റെ ഈ നിയമങ്ങളെല്ലാം അല്ലാഹുവിന്റെ റസൂലിനെ അറിയുന്ന വിശ്വാസികൾ ഏറ്റെടുക്കാൻ തയ്യാർ. കല്യാണത്തിന്റെ വിഷയം വരുമ്പോൾ മാത്രം അവിടെ മുഹമ്മദ് റസൂലുള്ളാഹി ഇല്ല. അവിടെയുള്ളത് നമ്മുടെ പൈസ, നമ്മുടെ കുടുംബം, നമ്മുടെ തറവാട്, നാട്ടിലുള്ള പേര്, പെരുമ, പ്രശസ്തി, നമ്മുടെ നാട്ടിന്റെ ആചാരങ്ങള്. പ്രിയപ്പെട്ടവരെ, അപകടമാണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നികാഹു മിൻ സുന്നതി. നിക്കാഹ് എന്റെ സുന്നത്തിൽപ്പെട്ടതാ. അത് നിങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്തുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും ഒന്ന് കോരിയിട്ടുക. ഞാൻ എങ്ങനെയാണോ നിയമം നിങ്ങളെ കാണിച്ചു പഠിപ്പിച്ചത് അതുപോലെ ആകാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾ നിയമം ലംഘിച്ചവരാകും. അതിന്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അവരുടെ പ്രിയപ്പെട്ടവരെ, നിക്കാഹുമായി ബന്ധപ്പെട്ട് സത്യവിശ്വാസികൾ കുറച്ചുകൂടി ഒന്ന് ഗൗരവത്തിൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു. പൈസ കാണിക്കാനല്ല, അതൊരു ഇബാദത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ചെയ്യാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബന്ധത്തെ പരിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിച്ച വാക്കെന്താ അറിയോ? വഅഖദ്ന മിൻകും മീസാഖൻ ഗലീദ. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീദ. ഒരു പെണ്ണിനെ, ആ പെണ്ണിന്റെ ഉപ്പ 18 വയസ്സല്ലെങ്കിൽ 20 വയസ്സോളം സുരക്ഷിതമായി വളർത്തി. തള്ളക്കോഴി കോഴിക്കുഞ്ഞുങ്ങളെ ചിറകിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന പോലെ കലികന്മാരും പരുത്തുവെന്ന് പിടിക്കാതെ, കുറുക്കന്മാരും നായ്ക്കളും വന്ന് പിടിക്കാതെ വളരെ സുരക്ഷിതമായി പോറ്റി വളർത്തി 19ാമത്തെ വയസ്സിൽ ദീൻ
യുവാവായ ഒരു ചെറുപ്പക്കാരനെ കണ്ട് ആ പിതാവ് അയാളുടെ നെഞ്ചിന്റെ ഉള്ളിന്റെ കരളിന്റെ കഷണത്തെ പറിച്ചെടുത്ത് ആ ചെറുപ്പക്കാരന്റെ കൈമിൽ ഏൽപ്പിക്കുക. ആ ഏൽപ്പിക്കുന്ന അല്ലാഹു വെച്ച പേരാണ് മീസാഖുൽ ഗലീദ്. കടുപ്പപ്പെട്ട ഒരു കരാറാണിത്, ഒരു ഉടമ്പടിയാണിത്, തമാശകളിയല്ല. നിനക്ക് എന്തെങ്കിലും ലൈസൻസ് കിട്ടാനുള്ള സംഗതിയല്ല. ഒരു വലിയ സമൂഹത്തെ വാർത്തെടുക്കാൻ, നിനക്ക് നിന്റെ ജീവിതത്തെ പരിശുദ്ധമാക്കാൻ, നിന്റെ ഉള്ളും പുറവും സുരക്ഷിതമാവാൻ അല്ലാഹു ഏർപ്പാട് ചെയ്ത മീസാഖുൽ ഗലീദ്, കട്ടിക്കെടുത്ത ഒരു ഉടമ്പടിയാണിത്. അതിന്റെ തുടക്കം തന്നെ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ പാലിക്കാതെയാണെങ്കിൽ ആ കരാറ് പാടിപ്പോകും. അതിൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. ഇന്ന് നടക്കുന്ന 198 കല്യാണവും അല്ലാഹുവിന്റെ നോട്ടത്തിന്റെ പുറത്താണ്. കാരണം ആ കരാറ് അല്ലാഹുവിന്റെ പേരിൽ അല്ലാഹുവിനെ സാക്ഷിയാക്കി പറയുമ്പോഴും അവിടെ ഉള്ളത് മുഴുവൻ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത സംഗതിയാണ്. അതെന്താന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അവര് തിരിച്ചുള്ളവരെ തയ്യാറാവണം. മീസാഖുൽ ഗലീദ് അല്ലാഹുവിനെ സാക്ഷിയാക്കി ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന ഇബാദത്താണ് നിക്കാഹ്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇത് മനസ്സിലാക്കുന്ന സത്യവിശ്വാസികൾ എന്ത് ചെയ്യൂല? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹിന്റെ ഖുതുബയിൽ 3 ആയത്തുകളാണ് കേൾപ്പിച്ചത്. ശ്രദ്ധിച്ചോളൂ. ഈ ഇരിക്കുന്ന ഉപ്പമാരോടും ഇനി കെട്ടാനിരിക്കുന്ന ചെറുപ്പക്കാരോടും ഉമ്മമാരോടും അതേപോലെ തന്നെ പെൺമക്കളോടും 3 ആയത്തുകൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹിന്റെ ഖുതുബയിലൂടെ. ഈ 3 ആയത്തിന്റെയും ആകത്തുക യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ചോളി. വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചോളി. കാരണം ഇന്ന് വർത്തമാനകാലത്ത് നിക്കാഹ് പോലെയുള്ള പരിശുദ്ധമായ ഈ ഇബാദത്ത് മലീമസമായി പോകുന്ന, അല്ലാഹുവിനെ വെറുപ്പിക്കുന്ന, ദീനിനെ ചീത്ത പറയിപ്പിക്കുന്ന, റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ കൊന്ന് കുഴിച്ചു മൂടുന്ന, തെമ്മാടിത്തരങ്ങളെ കൊണ്ട് നിറഞ്ഞ് കവിയുന്ന ഒരു പരിപാടിയായി മാറിയിട്ടുണ്ട്. ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ചോളി. ഒരാൾക്കും നിങ്ങൾ രക്ഷപ്പെടുത്താൻ പറ്റൂല. ഇനി അങ്ങോട്ട് തുടങ്ങുന്ന ചുവടുവെക്കുന്ന പുതിയ ജീവിതത്തിന്റെ ചുക്ക ഉടമസ്ഥനായ റബ്ബിന്റെ കയ്യിലാണ്. അവൻ നേരെ ചൊവ്വെ കൊണ്ടുപോകണമെങ്കിൽ ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ചോളി എന്ന് പറഞ്ഞാൽ അല്ലാഹു ഇഷ്ടമില്ലാത്ത ഒരു പരിപാടിയും വിവാഹത്തിന്റെ വീട്ടിലോ സദസ്സിലോ ഹാളിലോ നിങ്ങൾ കൊണ്ടുവരണ്ട. അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടം അതേതാ കാര്യം? അല്ലാഹു ഇഷ്ടമില്ലാത്ത, അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഏതാ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഫ്തി ഖൽബക്. ഏതാ ഇതിനെതിരായിട്ടുള്ള കാര്യം? ഇസ്തഫ്തി ഖൽബക്. നീ നിന്റെ കൽബിനോട് ചോദിച്ചാൽ മതി, നമ്മുടെ നഫ്സിനോട് ചോദിച്ചാൽ മതി. പുതിയാപ്പുഴയും അമ്മോശനും പെണ്ണിന്റെ ഉപ്പയും ഒക്കെ കൽബിനോട് ചോദിക്കുക. ഏതാ അല്ലാഹുക്ക് ഇഷ്ടമുള്ളത്, ഏതാ അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്തത്? അറിയാത്തവരായിട്ടുള്ള ആരുണ്ട് മുസ്ലിമുകളുടെ കൂട്ടത്തിൽ? കല്യാണവുമായി ബന്ധപ്പെട്ട് അല്ലാഹുക്ക് ഇഷ്ടമുള്ളത് ഇതാണ്, അറിയാത്തവരായിട്ട് ആരുമില്ല. മുഹമ്മദ് റസൂലുള്ളാഹിന്റെ സുന്നത്തിനനുസരിച്ച് ഇതാണ്, അറിയാത്തവരായിട്ട് ആരുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് രണ്ടും മാറ്റിവെക്കപ്പെട്ടത്? നിക്കാഹിനെ ഇബാദത്തായി കാണാതെ ഒരു ചടങ്ങായി ആഘോഷമായി കണ്ടതുകൊണ്ട്. ഇബാദത്തായി കണ്ടവൻ അല്ലാഹുവിന്റെ നിയമം ഇതാണ്, റസൂലുള്ളാഹിന്റെ നിയമം ഇതാണ്, ഖൽബിനോട് ചോദിക്കും അതാണ് ശരി, അതേ ചെയ്യുള്ളൂ, അതേ ചെയ്യുള്ളൂ. ഇസ്തഫ്തി ഖൽബക്. നിക്കാഹിനെ ഇബാദത്തായി കാണുക, പരിശുദ്ധമായിട്ടൊരു ജീവിതം മക്കൾക്ക് തുടങ്ങാനുള്ള വഴിയൊരുക്കുക. അല്ലാഹുവിനെ വെറുപ്പിച്ച് തുടങ്ങരുത്, അല്ലാഹു റസൂലിന്റെ സുന്നത്തിനെ കുറിച്ചുകൂടി തുടങ്ങരുത്. അനുഭവിക്കേണ്ടി വരും, തീർച്ച. അല്ലാഹു ആകട്ടെ. രണ്ടാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് നമുക്ക് നിയമമാക്കി തന്നത് എന്തിനാണ്? നിക്കാഹ് എന്ന വാക്കിന് അർത്ഥം അറിയോ? കൂടിച്ചേരൽ. 2 കുടുംബം കൂടിച്ചേരുകയാണ്, ഒരാളും ഒരു പെണ്ണും കൂടിച്ചേരുകയാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും അറബിയിൽ പറയുന്ന പേരാണ് സൗജ്, സൗജത്ത്. ആ വാക്കിന് അർത്ഥം എന്താ അറിയോ? പറഞ്ഞു, നമ്മളെ ചോദിച്ചു, അതിന്റെ മുകളിൽ കറി, പിന്നെ മീൻ പൊരിച്ചത്, പിന്നെ എന്തെങ്കിലും വറവ്, അതെല്ലാം കൂടി കുഴച്ചു വായിലിട്ട് ചവച്ചരച്ചു, എല്ലാം ഒന്നായി. ഇടുമ്പോ 5 ഐറ്റംസ് ഉണ്ട്. വായിലിട്ട് ചവച്ചപ്പോ എല്ലാം ഒന്നായി. ആ ചവച്ചരച്ച് ഒന്നായ സാധനത്തിന് പറയുന്ന പേരാണ് സൗജ് എന്ന് പറഞ്ഞാൽ ഇനി ആ വ്യക്തികളും ആ കുടുംബവും ഒന്നാണ്. അതാണ് നിക്കാഹ്. 2 ഒന്നാവണം, ഒന്നാവാനാണ് നിക്കാഹ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
നിയമമാക്കി തന്നത്. അല്ലാണ്ട് നിക്കാഹില്ലാണ്ട് ആളും പെണ്ണൊന്നാന്നില്ലേ? അങ്ങനെ എത്ര ലക്ഷമായി ജീവിക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ ചെറുപ്പക്കാരെ അള്ളാഹു ഉണ്ടാക്കട്ടെ. രാവിലെ ഒരു വിളിഞ്ഞു കൂട്ടി വരുമ്പ മംഗലം കഴിഞ്ഞിട്ടുണ്ട്, ആയിക്കോട്ടെ മോനെ പോയി. ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണ് ചക്കരി കൂട്ടിയിട്ട് വരും, ഉപ്പ എന്നെ കെട്ടിച്ചേ ആര് ഓഫീസർ ആയിക്കോട്ടെ പോയി ലിവിങ് ടുഗദർ. വിദ്യാസമ്പന്ന എന്ന് പറയപ്പെടുന്നവർ, ഞാൻ കേരളത്തിന്റെ കഥ പറയാം, കർണാടകത്തിന്റെ കഥ അറിയില്ല. MBBS നേടിയവർ, അതിന്റെ മോൾ ഡിഗ്രി എടുത്തവർ, സമൂഹത്തിൽ വിദ്യ നേടി മാന്യമായി സഞ്ചരിക്കുന്നവർ ഇന്ന് സമരം ചെയ്തിട്ട് ചോദിച്ചു വാങ്ങുന്ന കാര്യം തന്നെയോ? വിവാഹത്തിലൂടെ അല്ലാതെ ഒന്നിച്ച ആണിനും പെണ്ണിനും ഒരുമിച്ച് ജീവിക്കാനുള്ള ഹോസ്റ്റൽ കെട്ടിടങ്ങൾ ക്യാമ്പസുകളിൽ മാനേജ്മെന്റ് നിർമ്മിച്ചു നൽകാൻ സമരം നടത്തുന്നിടത്തേക്ക് വിദ്യാഭ്യാസമുള്ളവർ വെളുത്തുകാരന്റെ ഗോപുരങ്ങളായി മാറി. ഇന്നത്തെ കാലത്ത് എന്തിനാ സമരം? കല്യാണമൊന്നും പറ്റൂല, ഒരുമിച്ച് ജീവിക്കണം. എത്ര കാലം? ചിലപ്പോ 1-2 കൊല്ലം, പിന്നെ നമ്മളെ വഴിക്കാൻ പോകും. അള്ളാഹു ഉമ്മത്തിനെ കാക്കട്ടെ. നിക്കാഹിന്റെ പിറകിൽ ഹിക്മത്തുണ്ട്. അതിലൊന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തനാകഹു വതനാസലു വതുകഥിറു ഫഇന്നി ഉബാഹി ബികുമുൽ ഉമ്മമ യൗമൽ ഖിയാമ. അയ്യാ നിക്കാഹ്. തനാകഹു, നിങ്ങൾ കല്യാണം കഴിക്കും. വതനാസലു, മക്കളെ ഉണ്ടാക്കി. വതുകഥിറു, മക്കളെ നിങ്ങൾ വർദ്ധിപ്പിക്കും. എന്തിന്? കല്യാണം കഴിച്ചാലേ മക്കളുണ്ടാവും? കല്യാണം കഴിക്കാത്ത പെണ്ണ് പ്രസവിക്കത്തില്ലേ? കല്യാണമല്ല മക്കൾ ഉണ്ടാവാനുള്ള സബബ്. പക്ഷെ നിക്കാഹ് എന്തിനാറിയോ? ധർമ്മബോധമുള്ള സമൂഹം ഉണ്ടാവാൻ, പരിശുദ്ധതയുള്ള ആളുകൾ ഉണ്ടാവാൻ, വ്യഭിചാരത്തിലൂടെ വൃത്തികെട്ട മക്കളായി വളരാതിരിക്കാൻ, മാതാപിതാക്കൾക്കും കുടുംബത്തിനും നാട്ടുകാർക്കും തലവേദന ഉണ്ടാക്കുന്ന തെമ്മാടി കുട്ടികളെ ജനിക്കാതിരിക്കാൻ. അതിനാലിക്കാഹ്. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ഒരു പുതിയ പേരുണ്ട്, ഫാദർലെസ് അമേരിക്ക. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്ക് വരുന്ന ആളുകളെ പാസ്പോർട്ട് ചിലപ്പോൾ പരിശോധിച്ചാൽ ഫാദറിന്റെ പേര് കിട്ടൂല, മദറിന്റെ പേരേ കിട്ടുള്ളൂ. ഫാദറിനെ അറിയില്ല. 6-ാം നൂറ്റാണ്ടിന്റെ ജാഹിലിയ്യ കാലത്തിനെതിരെ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ വിപ്ലവത്തിന് കൊല്ലാൻ കുത്തുന്ന ആണിനും പെണ്ണിനും ഉപ്പാനെ പറയാൻ പറ്റുന്നില്ല, തന്തയാരാന്നറിയില്ല. ആ വർത്തമാന കാലത്തിന്റെ അവസ്ഥ. ഉപ്പാനറിയില്ല. റസൂലുള്ളാഹി പറഞ്ഞു, മക്കളെങ്ങനെ ഉണ്ടാവും? പക്ഷെ നിങ്ങൾ അല്ലാഹുവിനെ സാക്ഷിയാക്കി പരിശുദ്ധമാക്കിയിട്ട് വേണം മക്കളെ ഉണ്ടാക്കാൻ. നിക്കാഹിന്റെ ലക്ഷ്യമത അന്ത്യനാളിൽ എനിക്ക് എന്റെ ഉമ്മത്തിനെ കാണിച്ചിട്ട് അഭിമാനിക്കാൻ. അള്ളാഹ് സാക്ഷിയാക്കി, അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ റസൂലിന്റെ നിയമങ്ങൾ പാലിച്ച് ഒരു ഇബാദത്തിലൂടെ ഒന്നായ ഒരു കുടുംബത്തിൽ ജനിക്കുന്ന മക്കൾ പരിശുദ്ധരായ മക്കളായിരിക്കും. അവർ ഉപ്പാക്ക് ഉമ്മാക്ക് ഉപകാരപ്പെടും, അവരുടെ നാട്ടിലും വീട്ടിലും സമൂഹത്തിനും ഉപകാരപ്പെടും, അവരെ ജനങ്ങൾക്ക് ഉപകാരപ്പെടും. അതിനുവേണ്ടി നിക്കാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയമമാക്കി തന്നത്. എന്ന് തൊട്ട് തൗഹീദിന്റെ അന്ന് തൊട്ട് നിക്കാഹുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ആ ആദമിന്റെ മക്കളെ അല്ലാഹു ഒന്നിപ്പിച്ചത് നിക്കാഹിലൂടെയാണ്. അല്ലാണ്ട് നിക്കോളെ ഇഷ്ടം അതിഷ്ടം നീ പോയിക്കോ, നിക്കവരെ ഇഷ്ടം നീ പോയിക്കോ. അവർ വിഷയം ശ്രദ്ധിക്കാറുണ്ടെന്ന് അറിയോ? മക്കളെ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പൊ സുഖിക്കൂല. എന്നോട് പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോ ഒരുപാട് മക്കളൊക്കെ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക? നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമ്മൾ മുഅ്മിനീങ്ങളാണ്. നമ്മുടെ വിശ്വാസ പ്രവൃത്തികളിലുള്ള വസ്തുക്കളിലല്ല. എങ്ങനെ ഇത്രയും മക്കൾ ഉണ്ടായാൽ ജീവിക്കുക? ഇതാ ചിന്ത. എന്റെയും എന്റെ മക്കളുടെയും റിസ്ക് ഏറ്റെടുത്തവൻ അല്ലാഹുവാ, ഞാനല്ല. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ്, ദാരിദ്ര്യം ഭേദ നിങ്ങൾ നിങ്ങളെ മക്കളെ കൊല്ലരുത്. അബോർഷൻ ഖുറൈശികൾ ജനിച്ചതിന് ശേഷം കൊന്നു, നമ്മൾ ഇന്ന് ഗർഭാശയത്തിൽ നിന്ന് കൊല്ലുന്നു. ലാ തഖ്തുലു. എന്താ കൊല്ലാൻ കാരണം?
അവര് നോക്കാൻ കഴിയില്ലപ്പോ. നമുക്ക് അത്രയുള്ളൂ പൈസ. ഇങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ വസ്ത്രം, അവരെ വിദ്യാഭ്യാസം, അവരെ കല്യാണം. അല്ലാഹു പറഞ്ഞു, നഹ്നു നർസുഖുകും വഇയ്യാഹും, നിങ്ങൾക്കും അവർക്കും തരുന്ന ഞാനാണ്. ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കരുത്. ഈമാനെതിര ദുനിയാവിന് വേണ്ടി മക്കളെ വേണ്ട നോക്കാൻ. ഈമാനെതിര ഒരു മുമ്പിലെന്ന് പറയാൻ കഴിയില്ല. ഡോക്ടർ പറഞ്ഞു പെണ്ണിനോട് എഴുതി പ്രസവിക്കാൻ പാടില്ല, അപകടമാണ്, ഈ മക്കള് വേണ്ട. മുഷറഫായ പരിചയ സമ്പത്തുള്ള ഡോക്ടറുടെ നിയമം പറഞ്ഞാൽ പാലിക്കൽ വാജിബാണ്. എന്നിട്ട് അവൾ പ്രസവിച്ചു, ഓർക്കെത്ര അപകടം പറ്റി, അവള് കുറ്റക്കാരിയാവും. അതുപോലെ ദുനിയാവിന്റെ ഭാവിയെ പറ്റി വിഷമിച്ചിട്ട് ആരെങ്കിലും മക്കൾ വേണ്ടെന്ന് വെച്ചാൽ അത് ഈമാനിനെതിരാണ്. അത് അള്ളാഹുവിനെ വെല്ലുവിളിക്കലാണ്. അള്ളാഹു പറയുന്നു, ഞാനാ തരുന്നത്. നമ്മൾ മക്കളെന്ന് പറഞ്ഞ ശരിയല്ല, എനിക്ക് പേടിയാണ്. ഇല്ല, നിങ്ങൾ മക്കളെ ഉണ്ടാക്കി ആദർശബോധമുള്ള മക്കളെ കൊണ്ട് എനിക്ക് നാളെ ഖിയാമത്ത് നാളിൽ അഭിമാനിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നിക്കാഹ്. രണ്ടാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹിന്റെ ലക്ഷ്യം പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, യുവാക്കളെ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ ഫലിയതസവ്വജ്, നിങ്ങളിൽ ആർക്കാണ് ഒരു പെണ്ണിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ സാധിക്കുക? അവളുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ സംരക്ഷണം പറ്റുമോ? ചതിയിട്ടുണ്ടോ? ഫലിയതസവ്വജ്, കല്യാണം കഴിച്ചോട്ടെ. കാരണം നിന്റെ കണ്ണുകളെ താഴ്ത്താൻ നിനക്ക് ഏറ്റവും നല്ലത് നിക്കാഹാണ്. നിന്റെ ഗുഹ്യസ്ഥാനത്ത് സൂക്ഷിക്കാൻ നിനക്ക് ഏറ്റവും നല്ലത് ഹലാലായി കല്യാണം കഴിച്ച് ഗണകളായി ജീവിക്കലാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ പരിശുദ്ധി നിക്കാഹിലാണ്. ഇല്ലേ അവരുടെ ഈ മനോഹര പറഞ്ഞു, ഒരാൾക്ക് വ്യഭിചാരം പേടിയായി, അയാളെ മാഹോൽ എങ്ങനെയായിരിക്കും? അയാളെ ചുറ്റുപാട് എങ്ങനെയായിരിക്കും? അയാൾക്ക് ലൈംഗികത ഹറാമിൽ ഉപയോഗിക്കാനുള്ള ആശ വന്നു. അവനെ സംബന്ധിച്ചിടത്തോളം നിക്കാഹ് ആ സമയത്ത് വാജിബാണ്. എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചോളണം. കാരണം നിക്കാഹിലൂടെ ഹലാലായ ഇണയിലൂടെ മാത്രമേ അവന് പരിശുദ്ധമായ ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റുള്ളൂ. എന്താ ഇന്നത്തെ അവസ്ഥ? ഇന്നെന്റെ പ്രിയപ്പെട്ടവരെ, പെൺകുട്ടികൾ പോലും പറയുന്നു, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസവും കൂടുതൽ സ്വാതന്ത്ര്യവും നൽകിയതിന്റെ ഒരു ഫലമുണ്ടായതെന്നറിയോ? 25 വയസ്സായിട്ട് പെണ്ണു പറയുന്നു, ഇപ്പൊന്നും മംഗലം വേണ്ട, ഇപ്പൊന്നും കല്യാണം വേണ്ട. തീരുള്ള ചെറുപ്പക്കാരുണ്ട് കെട്ടാൻ, സംരക്ഷിക്കാൻ. പക്ഷെ അവർക്ക് ദുനിയാവിന്റെ രസം സീനകളിൽ ഓടുക. ദുനിയാവിലെ രസത്തിന്റെ പിറകെ പാടിട്ട് ആശ തീർന്നിട്ടില്ല. കല്യാണം നിഷേധിക്കുന്നവർ ദുനിയാവിൽ നിന്ന് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ മെമ്പർമ നിൽക്കുന്ന എന്നെക്കാളും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, കേരളത്തിലായാലും കർണാടകത്തിലായാലും. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞത് ജീവിതം അലങ്കോലമാക്കരുത്. നെഞ്ചത്ത് കൈവച്ച് ചോദിക്കണം. ഓരോ ആണും ഓരോ പെണ്ണും വിവാഹത്തിലൂടെ അമ്മോശന്റെ കൈപിടിച്ച് ഒരു പെൺകുട്ടിയെ ഏറ്റെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പെൺകുട്ടി ഒരുത്തന്റെ ഭാര്യയായി വരുമ്പോൾ, എന്റെ മനസ്സും എന്റെ ശരീരവും ഈ രണ്ടുപേർക്കും ചതിയിലോ വഞ്ചനയിലോ പെടാതെ വിശ്വാസത്തോടെ ഏൽപ്പിക്കാൻ പറ്റുന്നതാണോ എന്ന് നഫ്സിനോട് ചോദിക്കണം. അതല്ല ചതിയിലാവുന്നുണ്ടോ, വഞ്ചനയാവുന്നുണ്ടോ? ഏതോ പെണ്ണിന്റെ പാപ്പ സുരക്ഷിത ബോധത്തോടെ എന്റെ മോളെ എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ ചതിക്കുകയാണോ വഞ്ചിക്കുകയാണോ? ഏതോ ഒരുത്തൻ വലിയ ആശയില് വലിയ ആഗ്രഹത്തില് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട മഹലൊന്ന് കല്യാണം കഴിക്കുമ്പോൾ ഞാൻ അവരെ ചതിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ എന്റെ ശരീരമോ മനസ്സോ ഹറാമായ ഒഴുക്കി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ഓരോ ചെറുപ്പക്കാരും ആലോചിച്ചോളൂ. ഓരോരുത്തരും ജീവിതം പരിശുദ്ധമാണെങ്കിൽ നെഞ്ചിന്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാവും. എന്റെ പ്രിയപ്പെട്ട വളിക്കേരിക്കാരെ, ഇന്നത്തെ വർത്തമാനകാലത്തിന്റെ അവസ്ഥ വെച്ച് ഒരു പരിധി മക്കൾക്ക് വിട്ടാൽ ആ പരിശുദ്ധത കിട്ടാൻ വലിയ പാടാണ്, വലിയ പാടാണ്. എന്റെ മക്കൾ നന്നാവാത്ത, എന്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ മക്കൾ നന്നാവാത്ത, എന്റെ മക്കൾക്ക് സമാധാനം തരാത്ത മാതാപിതാക്കളുടെ ജീവിതം കളങ്കമാണ്. മാതാപിതാക്കളുടെ ജീവിതം മലീമസമാണ്.
അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ. പിന്നെ ഒരു പ്രതീക്ഷ അറിയോ? الرحمن الرحيم الرحمن الرحيم يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله لا تقنطوا من رحمة الله. അതൊരു വല്ലാത്തൊരു ആശ്വാസമുള്ള വാക്ക് റബ്ബുൽ ഇസ്സത്തിന്റെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആനിലെ ഏറ്റവും വലിയ ആശ്വാസത്തിന്റെ വാക്ക് ഈ വാക്ക്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അടിയാറുകളെ, എന്തെങ്കിലും അബദ്ധം പോയോ? എന്തെങ്കിലും ചെറിയോ പറ്റുപോയിട്ടുണ്ടോ? ജീവിതം കളങ്കമായി തോന്നുന്നുണ്ടോ? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. റബ്ബിനോട് പറ, മാപ്പ് ചോദിക്കുക. അല്ലാഹു തന്ന ഈ ജീവിതം, അല്ലാഹു തന്ന ഈ ആരോഗ്യം, അല്ലാഹു തന്ന സൗന്ദര്യം, അല്ലാഹു തന്ന ശരീരം അവർ ഇഷ്ടമില്ലാത്ത വഴിയിലെങ്ങാനും പോയിട്ടുണ്ടോ? മാപ്പ് ചോദിക്കും, ഞാൻ മാപ്പ് തരാം. അവർ നമ്മോട് ശ്രദ്ധിച്ചാൽ ജീവിതം റാഹത്താക്കി തരാം. അല്ലാഹുവിന്റെ വാഴ അതേയുള്ള സമാധാനം, അതേയുള്ള സമാധാനം. 2024 ഡിസംബറിൽ ഞാനിത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആൺകുട്ടി, ഏതെങ്കിലും ഒരു പെൺകുട്ടി തന്റെ ശരീരവും മനസ്സും കളങ്കമാവാതെ ശ്രദ്ധക്കുന്നുണ്ടെങ്കിൽ അവനും അവളും മുക്തകളാണ്. മടിക്കീരിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവരും മുക്തകളാണ്. അങ്ങനെ കിട്ടാൻ വലിയ പ്രയാസമാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനവും ഇന്നത്തെ ക്യാമ്പസുകൾ വെച്ച് നോക്കിയാൽ അങ്ങനെ കിട്ടൽ വലിയ പ്രയാസമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് അങ്ങനെ കളങ്കപ്പെടുന്നതിന് മുമ്പ് കണ്ണുകളെ താഴ്ത്താൻ, ഹറാമ് നോക്കാതിരിക്കാൻ അല്ലാഹു മാപ്പ് തരട്ടെ. ഗുരുസ്ഥാനത്തെ സൂക്ഷിക്കാൻ, ഹറാമായ ലൈംഗികതയെ അടിമപ്പെടാതിരിക്കാൻ കല്യാണം കഴിച്ചോളി. ഹലാലായി അള്ളാഹു സാധിക്കാക്കി മകൾ കൊടുത്ത് ഈ ഒരു പെണ്ണിനെ സ്വന്തമാക്കിക്കോളെ. ആണിനും പെണ്ണിനും നല്ല ഇണമുണ്ടാവും. പിന്നെ ഹലാലാണ് അവർ നിൽക്കുന്നതാണ്, ഇവർ ഇവർക്കുള്ളതാണ്. നിങ്ങൾ ഇഷ്ടമുള്ളതായിക്കോളെ. അള്ളാഹു റസൂൽ പറഞ്ഞു, എന്താ ചെയ്യാൻ പറ്റൂലേ? നിനക്ക് ചങ്കൂട്ടില്ല, ഒരു പെണ്ണിനെ ഏറ്റെടുക്കാൻ ഒരു കഴിവ് നിൽക്കില്ല, നീ കല്യാണം കഴിക്കരുത്. അള്ളാഹു റസൂലാക്കാൻ എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ കല്യാണം എന്ന നിക്കാഹ് എന്ന ഇബാദത്തിന്റെ പേരിൽ ഒരാളെയും അള്ളാഹു പ്രയാസപ്പെടുത്തുന്നില്ല. ഒരു ഉപ്പാനെയും ഉമ്മാനെയും അള്ളാഹു വിഷമിപ്പിക്കൂല, ഭ്രാന്തന്മാരാക്കൂല. ഇന്നത്തെ നമ്മുടെ വിജ്ഞാനത്തിന്റെ അവസ്ഥ വെച്ച് ഒരു പെൺകുട്ടി ജനിച്ച അന്ന് തൊട്ട് തുടങ്ങും വിഷമം. ഇസ്ലാമിൽ അങ്ങനെയില്ല. നമ്മൾ പേപ്പറിൽ വാട്സപ്പുകളിൽ മെസ്സേജുകൾ എന്ത് വളരെ ആവശ്യമുണ്ട്. നോ, ആവശ്യം ശരിയല്ല. വധുവിന് ആവശ്യമുണ്ട്. പെണ്ണിന് ആവശ്യമുണ്ട്. അതേപോലെ കാരണം ദീനുൽ ഇസ്ലാമിന്റെ നോക്കത്തിൽ പെണ്ണ് വിലമതിക്കാൻ കഴിയാത്ത വസ്തുവാണ്. അതിന് തേടി ചെറുക്കൻ ഇങ്ങോട്ട് വരണം. ആൺകുട്ടികളെ ഉപ്പാക്കാണ് തലവേദന. നല്ലൊരു പെണ്ണെ കെട്ടണം, എന്നിട്ട് മോളെ കെട്ടിക്കണം. നേരെ തിരിച്ചായി, നേരെ തിരിച്ചായി. പെണ്ണൊക്കെ ഉണ്ടാകും തോറും ആ ഉപ്പാക്ക് ഇസ്സത്ത് കൂടും, ഹസ്രാത്തുകൾ കൂടും തോറും അഭിമാനം കൂടും. പക്ഷെ ഇന്ന് നേരെ തിരിച്ചായി. എന്തുകൊണ്ടറിയോ? പള്ളി കമ്മിറ്റി വരെ ഭാഗവാക്കാൻ ഒരു പെണ്ണിൽ 18 വയസ്സായി. പള്ളിയിലേക്ക് ലെറ്റർ പേരിൽ ഹത്തീബും ഖാദിമും എഴുതി കൊടുക്കാൻ. മടിക്കേരിയിലെ ഇന്ന തറവാട്ടിലെ ഇന്ന വീട്ടിലെ ഇന്നവൻ അയാളുടെ മകളുടെ കല്യാണം കഴിക്കാൻ നിങ്ങളുടെ വീട്ടുവാതിൽക്കിലേക്ക് പിച്ച കണ്ടാൻ തെണ്ടിയായി വരുന്നുണ്ട്. എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുത്ത് സഹായിച്ചേക്കണം. ഒപ്പ് ഖാദിയും സെക്രട്ടറിയും പ്രസിഡന്റും. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിലെ ഉപ്പമാരെ തെണ്ടുകളാക്കിയത്, പിച്ച തെണ്ടുകളാക്കിയത്, മനുഷ്യരുടെ മുന്നിൽ പിരിത്തു പഠിക്കൽ ചെന്ന് കൈനീട്ടി യാചിക്കുന്ന അവസ്ഥയിലേക്ക് ഈ പെൺമക്കളുടെ ഉപ്പമാരെ തരം താഴ്ത്തിയത് മഹല്ലത്തിന്റെ കമ്മിറ്റിക്കാരാ, ഈ നാട്ടിലെ പൈസക്കാരാ, ഈ നാട്ടിലെ നിലപാടുകളാണ്. ഒരു മോളെ ഉപ്പിനും തെണ്ടിയായിക്കൂടാ. മോളെ ഉപ്പ് നെഞ്ചി പിടിച്ച് നിൽക്കണം. അപ്പൊ ചെറുപ്പക്കാരും വരും, മോളെ ഇഷ്ടമായി കല്യാണം കഴിച്ചതോ, അപ്പൊ അത് വയ്ക്കും, മഹർ കൊണ്ട് തരും. അതാണ് ഇസ്ലാം. ഒരു വീടും ചെത്തിക്ക് വെക്കൂല. ഒരാളും മോളെ കെട്ടിക്കാൻ പലിശക്കെടുക്കൂല. ഒരാളും മോളെ കെട്ടിക്കാൻ
50 കൊല്ലം അധ്വാനിച്ചുണ്ടാക്കിയ വീട് വിറ്റ് പറഞ്ഞൂടെ. കല്യാണത്തിന് ശേഷം ഒരാഴ്ച പോലും തന്റെ പൊന്നുമോടെ കൂടെ ജീവിക്കാൻ കഴിയാതെ തിരിച്ച് ഗൾഫിലേക്ക് വിമാനം കയറുന്ന പിതാവിന്റെ മനസ്സിന്റെ ആ വേദന അത് ഈ സമൂഹം ഉണ്ടാക്കിയതാണ്. അയാൾക്കല്ല ടെൻഷൻ, ചെറുപ്പക്കാരനും ഓടുപ്പാക്കുവാനും ടെൻഷൻ. ഇനി മോനെ വന്നോണ്ട് പൈസയില്ലേ, ഉപ്പാന്റെ ബാധ്യത കൊടുത്തിട്ട് കെട്ടിക്കാൻ. പള്ളി കമ്മിറ്റി ആർക്കാ പൈസ ഉണ്ടല്ലോ? ചെറുപ്പക്കാരന്, മോക്കല്ല. മോക്കന്ന് ചെലവില്ല. അല്ലാഹു റസൂൽ പറഞ്ഞു, നിനക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? എന്നാ നീ കെട്ടിയാ മതി. സ്വന്തം പൈസ അല്ലെങ്കിൽ ഉപ്പാന്റെ പൈസ ഇല്ലേ, കെട്ടണ്ട. നീ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ പോകണ്ട. പിന്നെ എന്ത് ചെയ്യണം? നോമ്പെടുത്താൽ മതി. നോമ്പെടുത്ത് വികാരങ്ങളെ ഒതുക്കി വിവാദത്തിൽ ചെയ്ത് ജീവിച്ചോളും. അള്ളാന്റെ ഹദായിലില്ലാന്ന് വെച്ചാൽ മതി. എന്നാലും ഒരാളെയും പ്രയാസപ്പെടുത്തിക്കൂടാ. നിക്കാഹ് പരിശുദ്ധമാണ്, പൊതുവാസമല്ല, ഒഴുങ്ങടിയല്ല, എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടലല്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇന്നങ്ങനെ എന്തെല്ലോ ആയി. നിക്കാഹിന്റെ ലക്ഷ്യം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് വളരെ കടുപ്പത്തിൽ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിച്ചു കല്യാണം കഴിക്കാൻ. ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിച്ചു. ഒരു ദിവസം റസൂലുള്ളാഹിയുടെ കല്യാണത്തിന്റെ വാസൽക്ക് ജുലൈബീബ് റളിയല്ലാഹു അൻഹു മൂലക്കിരിക്കുന്നുണ്ട്. പള്ളിയുടെ ഒരു കറുത്ത മനുഷ്യൻ, വലിയ സൗകര്യമൊന്നുമില്ല, പൈസയില്ല, ഒന്നുമില്ല, വെറും പാവം. കാസർഗോഡ് ക്ലാസ്സിന്റെ റസൂലുള്ളാഹി ചെറുപ്പക്കാരെ കല്യാണം കഴിക്കാൻ പ്രേരിപ്പിച്ചു. എല്ലാവർക്കും ആവേശമായി. തങ്ങൾ നടന്നു പോകുമ്പോൾ ജുലൈബീബിനെ കണ്ടു. ജുലൈബിയുടെ എനിക്ക് കല്യാണം കഴിക്കട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സൗന്ദര്യമില്ല, പൈസയുമില്ല, കുടുംബമില്ല, എനിക്കാല പെണ്ണത്തില്. അപ്പൊ അതുകൊണ്ട് സാഹിത്യത്തിന്റെ കഥ ഇന്നുണ്ട്. തങ്ങൾ രണ്ടാമത്തെ ദിവസം ആവർത്തിച്ചു, മൂന്നാമത്തെ ദിവസം ആവർത്തിച്ചു. ജോലിക്ക് ചെറിയൊരു ദേഷ്യം വന്നതുപോലെ, അലം അഖുൽ ലക യാ റസൂലല്ലാഹ്, റസൂലേ ഞാൻ പറഞ്ഞില്ലേ എന്റെ കൈമേൽ ഒന്നുമില്ല, ആരെനിക്ക് പെണ്ണെത്തില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മദീനയിൽ ഇന്നാളെ പുറത്തേക്ക് പോയിട്ട് പറയണം, മകളെ വിവാഹം നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചതാണ്. ജോലിക്ക് പോയി പതിനോടി ഉപ്പ ജമീല, നമ്മുടെ പേര് ജമീല. ഉപ്പ വന്നു, സലാം പറഞ്ഞു. ആ ജുലൈബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചതാണ് കല്യാണം ആലോചിക്കാൻ. അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്റെ മകൾക്ക് വേണ്ടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ആലോചിച്ചു. ജുലൈബി പറഞ്ഞു, റസൂലുള്ളാഹിക്കല്ല, എനിക്കാണ്. ഓ, നീയാണോ ബുദ്ധിയാവുക? അല്ലാഹു എന്നെ നിങ്ങളെ കാക്കട്ടെ. തൗഹീദുള്ള സൽസ്വഭാവികളായ തീരുള്ള ചെറുപ്പക്കാർ വട്ടം കറങ്ങാൻ. പക്ഷെ ഹിജറായ ഉപ്പമാരും പോലും പൊമ്മക്കൾ കൊടുക്കാൻ തയ്യാറല്ല. എന്ത് വേണം? പൈസ വേണം. ബിൽഡിംഗ് വേണം. മംഗലാപുരത്ത് അയാൾ 300 ഏക്കർ കാപ്പിത്തോട്ടം ഉണ്ടെങ്കിൽ എന്റെ മോനെ അടി. ആ ജാഹിലിയ്യത്തിന്റെ മനസ്ഥിതി എന്തുകൊണ്ട്? നല്ല ചെറുപ്പക്കാരൻ, തീരുവവൻ, തഖ്വയുള്ളവൻ, 5 പൈസന്റെ ഹറാമായ രക്തത്തോടെ ഇല്ലാത്തവൻ ഓർമ്മ ചോദിച്ചു, കല്യാണം കഴിച്ചു തരുമോ? എത്ര ശമ്പളം? പ്രശ്നം നമ്മൾ പോവാ കൊടുക്കാൻ കഴിയില്ല. ജുലൈബിന്റെ വിഷമായി. ഉമ്മയോട് ചോദിക്കട്ടെ. അടുക്കളയിൽ പോയി, എടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ മക്കൾക്ക് വിവാഹാലോചന കൊണ്ടുവന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഉമ്മ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലാണ് വിവാഹം ആലോചിച്ചത്, അല്ലെങ്കിൽ ജുലൈബിയാണ് പ്രിയപ്പെട്ട. ഓ, ജുലൈബി ഒന്നില്ലാത്തതാണ്. അപ്പുറത്തും മക്കളുടെ അപ്പുറത്തും പൊന്നുമുള്ള വർത്താനം കേട്ടു. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ മുക്തകളാക്കിയിട്ട് വേണം പെൺമക്കളെ വളർത്താൻ. ദുനിയാവിന്റെ സുഖപ്പെടുത്തി വളർത്തരുത്. ദുനിയാവിന്റെ രസങ്ങളിലും ഫാഷനിലും പെൺമക്കളെ വളർത്തരുത്. ടെൻഷനാവും. അട്ടഹസിച്ചുകൊണ്ട് വളർത്തേക്ക് വന്നു. പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടി കണ്ടുവച്ച പ്രിയപ്പെട്ട കാര്യത്തിൽ നിങ്ങൾ ഇവിടുത്തെ വർത്തനം പറയാ. ജോലിക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ എത്തണം, തയ്യാറാണെന്ന് പറയാം. എന്താണ് മോളൊരു ക്വാളിറ്റി? ആ ജമീലാന്റെ ക്വാളിറ്റി അദ്ദേഹം കുതിരപ്പുറത്ത് വിട്ട് ജുലൈബിനെ പുതിയാപ്പിട്ടെടുക്കാൻ തയ്യാറാണ്. വിവാഹം നടന്നു.
ജുലൈബിബിന് സ്വപ്ന ലോകത്ത അങ്ങനത്തെ ഒരു പെണ്ണെ കിട്ടൂല ജുലൈബിബിന്. ആദ്യ രാത്രി എല്ലാ മനുഷ്യന്മാരും കുറിച്ചിരിക്കുന്ന രാത്രി ജുലൈബിബിന് കിട്ടിയ ഭാഗ്യം. അവരുടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ജീവിതം തുടങ്ങി. കിടക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ശബ്ദം, യാ ഖൈലല്ലാഹി ഇർകബി, യാ ഖൈലല്ലാഹി ഇർകബി, അല്ലാഹുവിന്റെ കുതിരപ്പട്ടാളക്കാരെ തയ്യാറായിക്കോളെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിനുള്ള വിളംബരം ചെയ്തിട്ടുണ്ട്. ജുലൈബിബ് കേട്ടു. ഹദീസിന്റെ റാവി പറയാൻ, ജുലൈബിബ് ജമീലയെ നോക്കും. ഓളെ സ്വപ്നലോകത്താണുള്ളത്. പുറത്തേക്ക് ആ ശബ്ദം ശ്രദ്ധിക്കും, പിന്നെയും നോക്കും, പിന്നെ ശബ്ദം ശ്രദ്ധിക്കും. ജുലൈബിബ് പറഞ്ഞവരോട്, മോളെ നിന്നേക്കാളും വലിയ സുന്ദരിമാർ എന്നെ വിളിക്കുന്ന യുദ്ധക്കളത്തുനിന്ന് ഞാൻ പോവാം. അസ്സലാമ പോകുള്ളൂ. പിറ്റേന്ന് യുദ്ധം കഴിഞ്ഞു. സഹാബാക്കൾ ഒരുമിച്ച് പോയി. ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും ഇനി കിട്ടാനുണ്ടോ? ഇനി ആരെങ്കിലും കിട്ടാനുണ്ടോ? എല്ലാവരും കൊണ്ടുവന്നു. ഒന്നാം റസൂലിന്റെ വാക്ക്, എന്റെ ഹബീബായ ജുലൈബിബിനെ കാണുന്നില്ലല്ലോ. അങ്ങനെ എന്റെ ഹബീബായ ജുലൈബിബിനെ കാണുന്നില്ലല്ലോ. സഹാബാക്കളോട്, 7 മുശ്രിക്കീങ്ങൾക്ക് നടുവിൽ ഒരു പാറക്കെട്ടിനിടയിൽ ജുലൈബിബ് ഷഹീദായി കിടക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരാൻ പറഞ്ഞു. സഹാബത്ത് പറഞ്ഞു, ജുലൈബിബിനെ ഖബറിലേക്ക് വെക്കുമ്പോൾ അദ്ദേഹത്തിന് ദേഹത്തിന് തൊഴിയില്ല. ആകെ ഉള്ളത് ജുലൈബിബിന്റെ ശരീരം റസൂലുള്ളാഹി തങ്ങളുടെ ചുമലിന്റെ തോലുമാണ്. അത് ചുമലത്ത് വെച്ച് റസൂലുള്ളാഹി തങ്ങൾ ഖബറിലേക്ക് വെച്ചു. അല്ലാഹു റസൂലിന്റെ ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മലക്കിലേക്കാരെ ആൺകുട്ടികളെ ശ്രദ്ധിക്കണം, ആൺകുട്ടികളെ ശ്രദ്ധിക്കണം. എത്ര ആൾക്കാർക്കറിയോ നമുക്കിടയിൽ ഒരു നല്ല ബന്ധം കിട്ടാതെ പ്രയാസപ്പെടുന്നത്? കാരണം എന്താ? ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല, ചിലപ്പോൾ സൗകര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ വലിയ നിലവാരം കൊടുക്കാൻ ഉണ്ടാവില്ല. എന്നാൽ അല്ലാഹുവിന്റെ അടുക്കൽ ജുലൈബിബിനെ പോലുള്ള മനുഷ്യനായിരിക്കും. അവനെ ശ്രദ്ധിക്കും, അവന്റെ കൊട്ടാരത്തിന്റെ രാഷ്ട്രീയപ്പോലെ ശ്രദ്ധിക്കും. ആ ചെറുപ്പക്കാരന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ നോക്കിയിട്ട് കൊടുക്കാൻ. തുൻകഹുൽ മർഅതു ലിഅർബഅ, 4 കാര്യമാണ് സാധാരണ നോക്കുക കല്യാണത്തിന്. ലിമാലിഹ, പൈസ നോക്കും, പ്രശ്നമൊന്നുമില്ല. വലിജമാലിഹ, സൗകര്യം നോക്കും, പ്രശ്നമില്ല. വലിഹസബിഹ, കുടുംബം നോക്കും, അതും പ്രശ്നമില്ല. വലിദീനിഹ, മതബോധം നോക്കും. 4 നോക്കും സാധാരണഗതിയിൽ. പറഞ്ഞു, ദീൻ തെരഞ്ഞെടുത്തോളിൽ. ചിലപ്പോൾ ഈ ദാരിദ്ര്യത്തിൽ നിന്റെ കൈ മണ്ണിൽ പിറവും, എന്നാലും ദീൻ പരിഗണിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അവരുടെ സ്വഭാവവും മതബോധവും സ്വഭാവവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൊടുക്കുന്നില്ലെങ്കിൽ വലിയ വലിയ കുഴപ്പങ്ങൾ ദുനിയാവിലുണ്ടാവും. നിക്കാഹ് അതിന്റെ പേരിൽ രണ്ടാമത്തെ ലക്ഷ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറ്റുമെങ്കിൽ ഒരു പെണ്ണിന്റെ സംരക്ഷണം ഏറ്റെടുക്കുക. ഇല്ലേ, ആരെയും ബുദ്ധിമുട്ടിപ്പിക്കണ്ട, ഈ നോമ്പെടുത്താൽ മതി, ജീവിച്ചാൽ മതി. നിക്കാഹ് ആഘോഷമല്ല, ആരാധനയാണ്, ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، فيا أيها الناس، أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യും. കല്യാണവുമായി ബന്ധപ്പെട്ട് ചില മസാലകൾ, ഇന്ന് ദുനിയാവിൽ നടക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകളിൽ.
എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാം. അത് കല്യാണം കഴിച്ചവർക്കും ഇനി കല്യാണം കഴിക്കാതിരിക്കുന്നവർക്കും ഈ പ്രസംഗിക്കുന്നതിനും ദാമ്പത്യ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ വസിയ്യത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും പരിഗണിച്ചിരിക്കണം. പുതിയ കുടുംബങ്ങൾ വരും, പെണ്ണിന്റെ കുടുംബം, ആണിന്റെ കുടുംബം, ചങ്ങായിമാര്, അത് ഇത് പലതും വരും. അല്ലാഹുവിന്റെ റസൂലിനെ മറന്നിട്ടൊരു പരിപാടിക്കുന്ന കഥ, ആണും പെണ്ണും കൂടിക്കലർന്ന പാട്ടും സംഗീതവും നൃത്തവും, പ്രത്യേകിച്ച് ഇക്കാലത്ത് പാതിരാത്രികളുള്ള കണ്ടുപിടിയും സിനിമാറ്റിക് ഡാൻസും ഗായകന്മാരെ കൊണ്ടുവന്നിട്ടും മ്യൂസിക്കും നാട്ടും ഇതും അള്ളാഹുവിന്റെ റസൂലിനെയും പരിഗണിച്ചു. അത്ര പറയാനുള്ളൂ. ഈ മിമ്പറിന്റെ ഉപദേശമായിട്ട് അത്രേ പറയാനുള്ളൂ. ബാക്കി നിങ്ങൾ മനസ്സിലായിക്കോളാം ഇതെന്തൊക്കെയാണ് നടക്കുന്നുണ്ട്. നമുക്ക് പറയാം ആഴ്ചകളിൽ അള്ളാഹുവിന്റെ റസൂലിനെയും പരിഗണിച്ചു. എന്തുകൊണ്ടറിയോ? അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും പരിഗണിക്കുന്ന ഒരു വിശ്വാസിയെ അള്ളാഹു കൈവിടില്ല. അള്ളാഹു പരിശുദ്ധമായ ജീവിതം നസീബാക്കും. നല്ല ഇണക്കം, നല്ല വിശ്വാസം, നല്ല സ്നേഹം, നല്ല ബറക്കത്ത്, നല്ല മക്കൾ. ചിലപ്പോൾ ആളുകൾ അസൂലിന്റെ കണ്ണോട് നോക്കുന്ന ജീവിതം അള്ളാഹു നസീബാക്കുന്നപ്പോൾ അള്ളാഹു റസൂലിനെയും പരിഗണിച്ചാൽ ഇല്ലേ അപകടമാണ്. ആൾക്കാർ പറയും, എന്തപകടമാണ് നിങ്ങൾ ഈ പറയുന്നത്? അത് കുടുംബ കോടതിന്റെ വരാതിൽ പോയിട്ട് നോക്കിയാൽ മതി, അന്നേരം മനസ്സിലാവും. വക്കീലിനോട് ചോദിച്ചാൽ മതി. ഇന്നലെ തിരിയും കല്യാണത്തിൽ 50 ലക്ഷം പരിഗണിച്ച കല്യാണം, പണ്ട് ഇപ്പോൾ 1 കോടി പരിഗണിച്ച കല്യാണം. വരുന്ന ആൾക്കാർക്ക് വെള്ളം കൊടുക്കാൻ നേപ്പാളിൽ പിള്ളേർ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ മലേഷ്യയിൽ നിന്ന് പിള്ളേർ കൊണ്ടുവന്നത് വെള്ളം കൊടുക്കാൻ. കല്യാണത്തിന് ലെറ്ററുണ്ടല്ലോ, വിവാഹ ലെറ്റർ, ഒന്നിന് 500 രൂപ, ഒന്നിന് 500 രൂപ. ഫലസ്തീനിലെ മക്കളെ പറ്റി പ്രസംഗിച്ചാൽ പോരാ. ഫലസ്തീനിന്റെ മക്കളെ പട്ടിണിയെ പറ്റിയിട്ട് വാട്സപ്പിൽ എഴുതിയിട്ടാ പോരാ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താൽ പോരാ. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരടക്കം സ്റ്റേജിൽ മിമ്പറിന്റെ മുകളിലും ഫലസ്തീനിന്റെ പിഞ്ചു പൈതങ്ങളെ പൊട്ടിത്തെറിച്ച ശരീരങ്ങൾ കാണിച്ച് ഘോരമായി പ്രസംഗിക്കുന്നവർ, ഫലസ്തീനിലെ മക്കള് ഒരു നേരത്തെ ഒട്ടിക്കഷണത്തിന്റെ ഹെലികോപ്റ്ററിൽ കാത്തിരിക്കാനും പറക്കുമ്പോയ ആ പട്ടിണി പാവങ്ങളുടെ പ്രയാസങ്ങളെ പ്രസംഗിച്ച് ഈ മുതലാളിന്റെ മോളെ കല്യാണം, കോടികൾ ചെലവഴിച്ച കല്യാണം, 6,000 രൂപ കല്യാണം, 4, 5, 10, 15 ഭക്ഷണങ്ങളെ വിളമ്പി ബാക്കി വന്ന വേസ്റ്റ് കവറിലാക്കി പുഴയിൽ കൊണ്ടുപോയി തള്ളിയ കപടന്മാര്, പണ്ഡിതന്മാരും നേതാക്കന്മാരും പ്രസംഗിക്കാം. ഫലസ്തീനിലെ മക്കൾക്ക് പൈസ ഭക്ഷണമില്ല, ഐക്യദാർഢ്യം. നിഫാഖാണ് അത്. സലഫി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെങ്കിലും നിഫാഖാണ് കാണിക്കുന്നത്. തലേന്ന് ഹുദൂബയിൽ പ്രസംഗിക്കാം, ഫലസ്തീനിലെ മക്കൾക്ക് തിന്നാൻ ഒട്ടിയില്ല, നാളില്ല, എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുക്കണം. അല്ലാഹു ഫലസ്തീൻ ആൾക്കാർ സഹായിക്കട്ടെ. അത് ഗുരുദേവന്റെ പോലെ കല്യാണത്തിന് ലക്ഷങ്ങൾ പൊടിമൊളിച്ചിട്ട് കല്യാണം കഴിക്കുക. ഫലസ്തീനിലെ മക്കൾ ഓർമ്മയില്ല. ഒരു ഭാഗത്ത് ബിരിയാണി ഉണ്ടാവും, വ്യത്യസ്ത ഭക്ഷണമുണ്ട്, ആൾക്കാർ ഇവിടുന്ന് ആവശ്യം പോലെ തിന്നു, ബാക്കി വന്നത് പട്ടിക്കെട്ട് കൊടുത്തു. ആ സമയത്ത് ഫലസ്തീനിലെ മക്കളാവത്തില്ല. അയൽപ്പക്കത്തുള്ള കണ്ടുപിടിക്കാൻ വകയില്ലാത്ത കുടുംബത്തെ പറ്റിയും ഓർത്തില്ല. പ്രസംഗത്തില്, വാട്സപ്പില്, ഫേസ്ബുക്കില് കപടന്മാരുടെ മുഖം, കപടന്മാരുടെ മുഖം. ഞാനോ നിങ്ങളോ അങ്ങനെ ആയിക്കൂടാ, പ്രിയപ്പെട്ടവരെ അങ്ങനെ ആയിക്കൂടാ, അങ്ങനെ ആയിക്കൂടാ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് റസൂലാക്കി തരട്ടെ. അള്ളാഹു റസൂലിനെ വിട്ടുകളയണ്ട. പരിഗണിച്ച് ജീവിച്ചോളെ അള്ളാഹുന്റെ സഹായം വരും. അള്ളാഹുന്റെ സഹായം ഒന്നാമത്തെ കാര്യം. 2, ദാമ്പത്യത്തിന്റെ അടിത്തറ സ്നേഹമാണ്. ദാമ്പത്യത്തിന്റെ അടിത്തറ സ്നേഹമാണ്. അത് കാണിക്കാൻ വേദന കാണിക്കാനുള്ളതല്ല, ജീവിതത്തിൽ കാണിക്കാനുള്ളതാണ്. അതേപോലെ അറിയോ, മുഹമ്മദ് റസൂലുള്ളാഹിയെ പോലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കോഴിക്കോട് ഇന്ന് കാണുന്ന അവസ്ഥ ഉണ്ടാവില്ല.
മുഹമ്മദ് റസൂൽ പറഞ്ഞ പുതിയപ്പയായ, അങ്ങനത്തെ ഒരു അമ്മൂസയായ, അങ്ങനത്തെ ഒരു ഉപ്പയായ, അങ്ങനത്തെ ഒരു കുഞ്ഞുപ്പയായ. കല്യാണം കഴിഞ്ഞ് 2 മാസമായിട്ടുള്ളൂ. ഉക്കത്തിൽ മുന്നിൽ കൊണ്ടുവരും കോളേജ് വെള്ളത്തേക്ക് പഴക്കം പറയും. എന്തിന്? എനിക്ക് ജീവിക്കാനില്ല കൂടെ ഒന്ന് വാങ്ങരുത്. പെണ്ണിന് സ്നേഹം കാണിക്കണമെന്നതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയിഷ, നമ്മുടെ ഉമ്മ റളിയല്ലാഹു അൻഹ, ഒരു ദിവസം പറഞ്ഞു, എന്റെ ഹബീബ് വർക്കിൽ പോകുന്നു. എന്നെ വിളിച്ചു, യാ ഹുമൈറ, യാ ഹുമൈറ. ആയിഷ എന്നെ വിളിക്കുക, ഹുമൈറ. ഭാര്യയെ വിളിക്കാൻ അങ്ങനത്തെ നല്ലൊരു പേര് കണ്ടുവെക്കണം. ചെറിയ പൂവ്, പുഷ്പം, അതാവാക്കിനർത്ഥം ചുവന്ന നിറത്തിലുള്ള പുഷ്പം. യാ ഹുമൈറ, കുറച്ച് വെള്ളം താ. ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ കോപ്പയിൽ വെള്ളം കൊണ്ടേ കൊടുത്തു. ചോദിച്ചു, നിന്റെ പാത്രത്തിൽ വെള്ളം കൊണ്ടുപോവാ. റൊമാൻറ്റിക് എഴുതാനുള്ളതല്ല, സിനിമയിൽ അഭിനയിച്ച് തള്ളാനുള്ളതല്ല, മോഹനൊക്കെ ജീവിതത്തിൽ കാണിക്കാനുള്ളതാണ്. നിന്റെ പാത്രത്തിൽ കൊണ്ടുപോവാ. ആയിഷ കൊണ്ടേ കൊടുത്തു. ചോദിച്ചു, നിന്റെ ചുണ്ടുകൊടുത്ത സ്ഥലം കാണിച്ചതാ. ആയിഷ ചുട്ട് കാണിച്ചു കൊടുത്തു. ഞാൻ വായ വെച്ച സ്ഥലത്ത് വായ വെച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചു. അത് കണ്ടാൽ മതി ആയിഷ എന്ന ഭാര്യക്ക്, നമ്മുടെ ഉമ്മാക്ക്, അത് ഈ നിൽക്കുന്നവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പാലിക്കാൻ അല്ലാഹു റസൂൽ പഠിപ്പിച്ചെന്ന നിയമമാണ്. അവരെ ഇഷ്ടമാണ് വേർന്നുണ്ടാവും, അവരുടെ മക്കളാണ് വേർന്നുണ്ടാവും, അവർ ആ ഭാര്യക്ക് ആദരവും ബഹുമാനവുമാണ് വേർന്നുണ്ടാവും. ഇങ്ങനെയാണ് പുതിയാപ്പള. ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം. നിങ്ങളുടെ മക്കത്ത് വന്നാൽ കാണാൻ പോകുന്നോള് റസൂലുള്ളാഹിക്ക് വഹി ലഭിച്ച ഗുഹ 5000 അടി ഉയരമുള്ള, ഇന്ന് 2500 അടിയുണ്ട്. കുറെ പോയി, കല്ല് മണ്ണ് പോയി. അന്ന് 5000 അടി ഉയരമുള്ള മല, അതിന് മുകളിൽ പോയിരിക്കുന്നത്. എന്നും രാവിലെ ഒരു പെണ്ണ്, മക്കത്തെ കോടീശ്വരിയായ ഒരു പെണ്ണ്, ഖുവൈലിദിന്റെ മകൾ ഖദീജ, നമ്മുടെ ഹബീബിന്റെ ഭാര്യ, നമ്മുടെ ഉമ്മ റളിയല്ലാഹു അൻഹ, ഒരു പാത്രത്തിൽ ഒരു ഭക്ഷണം വിളമ്പിയിട്ട് 5000 അടി മുകളിലുള്ള മലന്റെ മുകളിലേക്ക് കയറും ഭർത്താവിന് ഭക്ഷണം കൊടുക്കാൻ. നമ്മുടെ നേതാവായ ഭർത്താവിന് ഭക്ഷണം കൊടുക്കാൻ 5000 അടി ഉയരത്തിൽ. ഇന്ന് പുറക്കേറുന്ന വാപ്പുറത്ത് ഒരു ഗ്ലാസ് ചായ കൊടുക്കാൻ 1 മണിക്കൂർ കാത്തിരിക്കണം. ഇന്നത്തെ അവസ്ഥ എന്തുകൊണ്ടറിയോ? ഒരു ഡിഗ്രി ഉണ്ട്, ഒരു വീട്ടിൽ വിദ്യാഭ്യാസമുണ്ട്, ഒരു സോഫ വെച്ച് ആളുകൾ കസേര വെച്ചിരിക്കും. ഓരോരുത്തരി അത് അനുവദിച്ച കുറിച്ചാൽ മതി. ഖദീജ റളിയല്ലാഹു അൻഹ 5000 അടി ഉയരത്തിലേക്ക് ഭക്ഷണപൂർവ്വമായിട്ട് കയറിയത്. ഇന്ന് നമുക്ക് നടന്നു വരാൻ കഴിയില്ല അതിന്റെ മുകളിലേക്ക്. അതിനാണ് പെണ്ണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ നദറത ഇലൈഹ സർറതക, നീ അവിടെ നോക്കിയാൽ മതി എന്റെ മനസ്സിന് സമാധാനം കിട്ടും. അവിടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം അത് വളരെ കൂടുതൽ കൊടുക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകളിൽ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാം. അല്ലാഹു എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. ഒന്നുപോലെ കാര്യങ്ങൾ അല്ലാഹു മാപ്പാക്കി തരട്ടെ. അവരിഷ്ടമുള്ള അവരുടെ പൊരുത്തങ്ങളുടെ ജീവിതം കാഴ്ചവെക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നമ്മുടെ ആൺമക്കൾ, നമ്മുടെ പെൺമക്കൾ, അവരുടെ വിവാഹങ്ങൾ, അവരുടെ കല്യാണം അല്ലാഹു സമാധാനത്തിലും ആശ്വാസത്തിലും ദൗർബല്യത്തിലും നടത്തുമെന്ന് അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങളില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ, ഫിത്ന ഫസാദുകളില്ലാതെ, പൊരുത്തത്തിലും തൃപ്തിയിലും മനസ്സ് നിറച്ചും സന്തോഷത്തിലും അല്ലാഹു നടത്തി തരട്ടെ. കടങ്ങളില്ലാതെ, ബാധ്യതകളില്ലാതെ, മറ്റു നോടുകളും അമ്പലങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ അല്ലാഹു കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ വഴിയിലാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല أمرنا بالصلاة والسلام على النبي صلى الله عليه وسلم فصلوا وسلموا عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم ارض عن الخلفاء الراشدين وأفضل الأمراء المرشدين عن أبي بكر وعمر وعثمان وعلي رضي الله عنهم أجمعين وعن الصحابة والقرابة كلهم أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين
وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.